ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൃഷി ചെയ്തു തുടങ്ങുമ്പം നമുക്ക് പല പല സംശയങ്ങളുണ്ടാകും. എത്ര പരിചയസമ്പന്നരാണെങ്കിലും ഓരോരോ സാഹചര്യം വരുമ്പോൾ അയ്യോ ഇതിങ്ങനെ വന്നാൽ നമ്മുടെ ചെടി നഷ്ടപ്പെടുമോ, അങ്ങനെ പല ചിന്തകളും വരുന്ന അവസരത്തിൽ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്രസക്തമായ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മുന്നിലത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തേതാണ്. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സഫിയ മുജീബ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീഡ് എവിടെ നിന്ന് കിട്ടും? ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികൾ വളർത്താൻ നമ്മൾ സീഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ സീഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ താമസം വരും അത് ചെടി വളർന്ന് വലുതായി കായ പിടിക്കാൻ. ഞാനിത് ഉത്തരം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകൾ ഇപ്പോൾ എല്ലാ നഴ്സറികളിലും തന്നെ വിൽക്കാനുണ്ട്. തണ്ടുകൾ അവർ തൈയാക്കി മാറ്റിയിട്ട് തന്നെ കിട്ടും. നമ്മളൊന്നും ചെയ്യേണ്ട, വെറുതെ കൊണ്ടുവന്ന് നമ്മൾ എവിടെ വെച്ചാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നട്ടുകൊടുത്താൽ മാത്രം മതി. ഇനി അതല്ലെങ്കിൽ ചെടികളുള്ള വീടുകളിൽ നിന്ന് തണ്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ മുറിച്ച് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും അവർ പെട്ടെന്ന് വളർന്നു വരും. നല്ല ഒരു തൈ ആണെങ്കിൽ, ഇപ്പം തൈയായിട്ട് നമ്മൾ വാങ്ങിച്ചാണ് നടുന്നതെങ്കിൽ ഒരു 1-1.5 വർഷത്തിനകം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നമുക്ക് കഴിക്കാൻ പറ്റും. എന്നാൽ ഈ ഡ്രാഗണിൻ്റെ വിത്തുകൾ എടുത്ത് തൈകൾ മുളപ്പിച്ച് വലുതാക്കി കായ്പ്പിക്കാനാണെങ്കിൽ വർഷങ്ങളുടെ താമസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിത്തുകൾ തേടി അലയേണ്ട, ഏതെങ്കിലും നമ്മുടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് ഒരു തൈ വാങ്ങിച്ച് നടുക. 1 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് പഴം പറിച്ചു തിന്നുക. വീണ്ടും ഇതിൽ തന്നെ കമൻ്റ് ഇടാനും മറന്നു പോകല്ലേ. അടുത്ത ചോദ്യം സുജ എന്ന് പറയുന്ന ആൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ബിവേറിയ ഇലയുടെ അടിയിൽ ആണോ സ്പ്രേ ചെയ്യേണ്ടത്? പയറിൽ വീണാൽ കുഴപ്പം ഉണ്ടോ? ഒരു കുഴപ്പവുമില്ല. എല്ലാത്തരം കീടങ്ങളെയും പുഴുക്കളെയും ചെറിയ ചെറിയ പ്രാണികളെയും ഒക്കെ നശിപ്പിക്കുന്നതാണ് ബിവേറിയ എന്ന ജൈവ കീടനാശിനി. പക്ഷേ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കീടങ്ങളുടെ ശല്യം കൂടുതലുള്ള സമയമാണെങ്കിൽ ഒരു 1-2 ദിവസങ്ങളിൽ ഒരു 3-4 ദിവസമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്ത് വേണം കീടങ്ങളെ നിയന്ത്രിക്കാൻ. അല്ലാതെ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് പോലെ ബിവേറിയ സ്പ്രേ ചെയ്താൽ ഉടനെ കീടങ്ങളെല്ലാം കൂടെ ഇല്ലാതാകത്തില്ല. അപ്പോൾ ഒരു ദിവസം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അയ്യോ ഞങ്ങൾ ബിവേറിയ ഉപയോഗിച്ചിട്ട് ഫലപ്രദമാകുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ പ്രാവശ്യം ചെയ്ത് നിയന്ത്രണ വിധേയമാക്കുക. പിന്നെ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഴ്ചയിൽ 1 വീതം ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇലയുടെ അടിയിൽ അടിക്കണോ എന്നാണ്. എല്ലാ ഭാഗത്തും സാധാരണ കീടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഇലയുടെ അടിയിലായിരിക്കും. അപ്പോൾ ഇലകളുടെ അടിയിൽ വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. എന്ന് വെച്ച് ഇലയുടെ മുകളിലോ കായ്കളിലോ വീണാലും ഒരു കുഴപ്പവുമില്ല. ബിവേറിയയെ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് രമ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്. വാങ്ങുന്ന റോസ് പിടിക്കാറില്ല എന്നുള്ളതാണ് പരാതി. ഇപ്പം നമ്മളെപ്പോലെ വീട്ടമ്മമാരൊക്കെ നമ്മൾ ചെടികൾ നട്ട് വളർത്തുമ്പം, വീട്ടമ്മമാരെന്നല്ല ആരായാലും ചെടികൾ നട്ട് വളർത്തുമ്പം നല്ല പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കൾ ഏറ്റവും വേഗം കിട്ടുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹവും ആവശ്യവും. ബഡ് റോസയുടെ തൈകൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നട്ട് വളർത്തുമ്പോൾ എങ്ങനെയാണ് നട്ട് വളർത്തേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ വിശദമായി അതിനകത്ത് നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നട്ടുപിടിപ്പിച്ചിട്ട് കിളുക്കുന്നില്ല എന്നുള്ള പരാതിയാണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ അതിൻ്റെ തൈകൾ കിളുത്ത് നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനിയുള്ള കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാനതിന് മറുപടിയും തരാം. അടുത്ത കമൻ്റ് എന്ന് പറയുന്നത് സാവിത്രി എന്ന ആൾ ചെയ്തിരിക്കുന്ന ഒരു കമൻ്റാണ്. അവിടെ കിടക്കട്ടെ കിളിർക്കുമോ എന്നാണ്. ഇതെന്നാന്നറിയോ, നമ്മൾ കഴിഞ്ഞ ദിവസം വെളുത്തുള്ളി നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലാവസ്ഥയിലാണ് നന്നായിട്ടുണ്ടാകുന്നത്. നമുക്കെല്ലാം കൃഷി ചെയ്യുന്ന നമ്മളെപ്പോലുള്ള എല്ലാവർക്കും അറിയാം, നല്ല തണുപ്പുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് വെളുത്തുള്ളി കൂടുതലായിട്ടും ഉണ്ടായി കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് വാഗമൺ പോലെയുള്ള അല്ലെങ്കിൽ വട്ടവട പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് തണുപ്പ് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് നമുക്ക് താരതമ്യേന തണുപ്പ് കിട്ടുന്ന, മഞ്ഞ് കുറച്ചൊക്കെയെങ്കിലും കിട്ടുന്ന ഒരു സമയം തന്നെ. കഴിഞ്ഞ വർഷമാണെങ്കിൽ മഞ്ഞ് തീരെ ഉണ്ടായിരുന്നില്ല.
അപ്പം നമ്മൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും വെളുത്തുള്ളി നട്ടു വളർത്താൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തു നോക്കുന്നത്. വെളുത്തുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു ഹാങ്ങിങ് പോട്ടിനകത്താണ് 10 മണി ചെടിയൊക്കെ ഞാൻ എൻ്റെ തോട്ടത്തിൽ ഇതേപോലെ ഹാങ്ങിങ് പോട്ടിലിട്ടിരിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു ഹാങ്ങിങ് പോട്ടിൽ ഞാനന്ന് വെളുത്തുള്ളി നട്ട് നോക്കിയതാണ്. അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി എങ്ങനെയാണ് കുഴിച്ചു വെക്കേണ്ടത്, എങ്ങനെയുള്ള മണ്ണാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഞാൻ അതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ ടെറസ് തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന അവസരത്തിൽ ഞാനതൊന്ന് കാണിച്ചു തരികയും ചെയ്യാം. കിളുത്ത് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ വെളുത്തുള്ളി കുഴിച്ചു വെക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ വർഗീസ് എന്ന് പറയുന്ന ഒരാളെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മണ്ണ് ഇളക്കമുള്ള മണ്ണാണെന്നാണല്ലോ പറയുന്നത്, അത് മണ്ണൊന്നുമല്ല, ചകിരിച്ചോറാണ്, അത് ചകിരിച്ചോറ് ചേർത്തിട്ടല്ലേ എന്നാണ് കമൻറ്റ് തന്നിരിക്കുന്നത്. കളിമണ്ണ് പോലെയുള്ള മണ്ണാണ് എനിക്ക് എൻ്റെ പറമ്പിൽ കിട്ടുന്നത്. അതുപോലുള്ള മണ്ണിനകത്ത് ഒരു ചെടികൾ നട്ടാലും ഒരിനം പച്ചക്കറി നട്ടാലും നന്നായിട്ടുണ്ടാകത്തില്ല. കാരണം അവരുടെ വേരുകൾക്ക് വ്യാപിക്കാൻ സാധിക്കത്തില്ല. മണ്ണിങ്ങനെ കുഴഞ്ഞു നിൽക്കും. അപ്പോൾ അതിനെ ഇളക്കമുള്ളതാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല പണി, ഏറ്റവും എളുപ്പമുള്ള പണി എന്ന് പറയുന്നത് ചകിരിച്ചോറ് ചേർക്കുകയാണ്. എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, മണ്ണിനെ ഇളക്കമുള്ളതാക്കി തീർക്കാൻ അതിനകത്ത് ഒരു പ്രത്യേക അളവിൽ ചകിരിച്ചോറ് ചേർക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചകിരിച്ചോറ് ചേർത്ത് മിക്സ് ചെയ്ത മണ്ണ് തന്നെയാണ് ഞാൻ എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ വെളുത്തുള്ളി വളർത്താനും ഇപ്പം നമ്മുടെ പോട്ടിനകത്ത് നിറച്ചിരിക്കുന്നത്. അതിൻ്റെ വളർച്ച എങ്ങനെയുണ്ട് എന്ന് ഞാൻ ഓരോ അവസരത്തിലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നത് സുഷമ എന്നു പേരുള്ള ഒരാളാണ്. അപ്പം ഞാൻ പീച്ചിൽ ഇപ്പം നമ്മുടെ ടെറസ് തോട്ടത്തിൽ ധാരാളം പീച്ചിൽ വിളവെടുക്കാനുണ്ട്. എല്ലാ വിളവെടുപ്പ് വീഡിയോയിലും തന്നെ നമ്മൾ പീച്ചിൽ വിളവെടുക്കുന്നത് കാണിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യ സമയത്ത് നമ്മൾ പീച്ചിൽ വിളവെടുത്തപ്പോൾ തന്നെ ഈ സുഷമ എന്ന് പറയുന്ന ആളെനിക്ക് കമൻ്റ് ഇട്ടിരുന്നതാണ് ഈ പീച്ചിൽ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്ന്. അന്നേരം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാനതിനെ കറി വെച്ച് കാണിച്ചു തരാം എന്ന്. അപ്പം ഈ പ്രാവശ്യം വിളവെടുത്തപ്പോഴും അതേ കമൻറ്റ് തന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാനുള്ള താല്പര്യം കൂടുതലുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ ഞാൻ ഈ പീച്ചിൽ കറി വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാം. അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില്ലി ജാസ്മിൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ഇതുപോലെ പാചകം അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ടെറസിൽ വിളവെടുക്കുന്ന പച്ചക്കറികൾ എങ്ങനെയാണ് കറി വെക്കുന്നത്, അത് എന്തിനുപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ചാനലാണ്. അപ്പം ഞാൻ ചില്ലി ജാസ്മിൻ വ്ളോഗ്സിൽ ഇടാം. സുഷമ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അടുത്തതെന്ന് പറയുന്നത് ലേഖ ആൻ്റണി എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ്. പയറിൽ പുഴുക്കളാണ്, അവരെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ്. പയറിലെന്നല്ല, നമ്മുടെ തോട്ടത്തിൽ വളർത്തുന്ന എല്ലാ ചെടികളിലുമുള്ള ഏതിനം പുഴുക്കളെയും മിക്കവാറുമുള്ള എല്ലാ കീടങ്ങളെയും ഇല്ലാതാക്കാൻ ബിവേറിയ വളരെ നല്ലതാണ്. ബിവേറിയ ഉപയോഗിക്കേണ്ടുന്ന രീതിയൊക്കെ നമ്മൾ പല പ്രാവശ്യം ടെറസ് കൃഷിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരാം. 20 ഗ്രാം പൊടി രൂപത്തിൽ കിട്ടുന്ന ബിവേറിയ ആണെങ്കിൽ 20 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ എന്നെടുത്തു. 1 ടീസ്പൂൺ ബിവേറിയ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ എല്ലാ ഭാഗത്തും വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് ചെടിയുടെ ചുവട്ടിലെ തടത്തിലും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ തോട്ടത്തിലെ എല്ലാ ഇനം പുഴുക്കളെന്ന് മാത്രമല്ല എല്ലാ ഇനം കീടങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഗിരിജ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ബാക്ടീരിയൽ വാട്ടത്തിന് എന്താണ് ചെയ്യേണ്ടത്? ബാക്ടീരിയൽ വാട്ടത്തിന് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയൽ വാട്ടം വന്ന് കഴിയുമ്പോഴല്ല, നമ്മൾ ചെടികൾ നട്ടു തുടങ്ങുമ്പോഴേ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിൽ വേണം നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങാൻ. അങ്ങനെ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണാണെങ്കിൽ പോലും നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യം 1 ടീസ്പൂൺ കുമ്മായം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിൽ കൃഷി ചെയ്ത് തുടങ്ങുമ്പോഴും നടുന്ന ഉടനെ തന്നെ നമ്മൾ സ്യൂഡോമോണാസ് വെള്ളത്തിനകത്ത് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, ചെടിയുടെ ഇലകളിലും തളിച്ചു കൊടുക്കുക. ഇതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ബാക്ടീരിയൽ വാട്ടത്തിനെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. ബാക്ടീരിയൽ വാട്ടം വന്നതിന് ശേഷം ചെടിയെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത്
അത്ര സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ വളരെ ചുരുക്കമായി മാത്രം ചിലപ്പോഴാണെങ്കിൽ നമ്മൾ ഒരു വാട്ടം കണ്ടു തുടങ്ങുന്ന ഉടനെ സ്യൂഡോമോണാസ് ചെയ്തു തുടങ്ങിയാൽ ചിലപ്പോഴാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഉറപ്പ് ഞാൻ പറയുന്നില്ല. അടുത്ത കമൻ്റ് എന്ന് പറയുന്നത് സലീം കുമാർ എന്ന് പറയുന്ന ആൾ ഇട്ടിരിക്കുന്ന കമൻ്റാണ്. ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചിയുടെ ഇല പഴുക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഇപ്പം നമുക്കറിയാം തുടർച്ചയായ മഴയായിരുന്നു. മഴക്കാലം എന്ന് പറയുന്നത് പോരാ, തുടർച്ചയായി നിൽക്കുന്ന മഴയാണ്. പണ്ട് കാലത്തൊക്കെയുള്ള മഴയെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം പെയ്തിട്ട് ഒന്ന് തോർന്നു നിന്നതിന് ശേഷമാണ് പിന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷമൊക്കെയാണ് പെയ്യാറ്. ഇപ്പം അങ്ങനെയല്ല, മഴ വന്നാൽ നിർത്താതെ അങ്ങ് പെയ്യുക. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഇഞ്ചിയാണെങ്കിൽ അതിനകത്ത് ആ ഗ്രോ ബാഗിനകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ, തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. വാർന്നു പോകുന്ന സമയത്തിന് മുന്നേ തന്നെ വീണ്ടും വീണ്ടും മഴ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചെടിയുടെ ചുവട്ടിൽ, പ്രത്യേകിച്ച് ഇഞ്ചിയുടെ ചുവട്ടിൽ വെള്ളം തങ്ങി നിന്നാൽ ഇതുപോലെ ഇല പഴുക്കാനുള്ള സാധ്യതയുണ്ട്. അതാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇനി അതല്ലെങ്കിൽ ഇഞ്ചിയുടെ ഇലകൾ പഴുക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ വേരുമായിട്ട്, അല്ലെങ്കിൽ വേര് ചീയൽ, ചുവടിനെ ബാധിക്കുന്ന മറ്റു പല രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിലാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഇഞ്ചി നട്ടുപിടിപ്പിക്കുമ്പം എപ്പോഴും വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത്, അതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒരു പിടി വെള്ളത്തിനകത്ത് ഇട്ട് കുതിർത്തിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സ്യൂഡോമോണാസ് ഇടയ്ക്കിടയ്ക്ക് ചേർക്കണം. അതൊരു മഴക്കാലമൊക്കെ ഉള്ള സമയമാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു 20 ഗ്രാം സ്യൂഡോമോണാസ് വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ ഇനി വാട്ടരോഗം കൊണ്ടുണ്ടാകുന്ന ബാക്ടീരിയൽ വാട്ടം, വേരുചീയൽ പോലെയുള്ള രോഗങ്ങളാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പോഴുള്ള ചോദ്യത്തിനെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള ഏറ്റവും കൂടിയ സാധ്യത എന്ന് പറയുന്നത് ചെടിയുടെ ചുവട്ടിൽ വെള്ളം തങ്ങി നിൽക്കുന്നതാണ്. വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല എങ്കിൽ പോലും അതിൻ്റെ ഡ്രെയിനേജ് ഹോള്, വെള്ളം വാർന്നു പോകുന്നതിന് ആവശ്യമായ സൗകര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീഡിയോയിൽ വന്ന കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് തന്നിരിക്കുന്നത്. ഇനിയുള്ള കമൻറ്റുകളുടെ മറുപടി ഇതേപോലെ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ തരാം. കൃഷിയെക്കുറിച്ച് അറിയേണ്ടുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കമൻ്റായി ചില്ലി ജാസ്മിൻ വീഡിയോയിൽ ഇടണം. അപ്പം ഞാനിത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കമൻറ്റിൻ്റെ മറുപടി ചോദിച്ചവരെയും ചിലപ്പോൾ ഇതേ ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹിച്ചവരുടെയും സംശയത്തിനെ നിവർത്തിക്കുന്നതായേക്കാം. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.